നമ്മൾ നിൽക്കുന്ന പൂരനഗരിയിലാണ്. മന്ത്രി ആർ ബിന്ദു കൂടി നമുക്കൊപ്പം ചേരുന്നു. ഇപ്പൊ പൂരത്തിന്റെ സംഘാടകരിൽ ഒരാൾ, സംഘാടക ശില്പികളിൽ ഒരാൾ കൂടിയാണ് മന്ത്രി. മിനിസ്റ്റർ, ഒരു മഴ രാവിലെ മുതലുണ്ട്, ഏതെങ്കിലും തരത്തിൽ? അത് കുഴപ്പമില്ല, ചെറിയ മഴയാണല്ലോ, ഇതൊന്നും മാറിക്കോളും. തൃശ്ശൂർക്കാർക്ക് പ്രശ്നമല്ല. പൂരത്തിന്റെ ആവേശമൊന്നും അതുകൊണ്ട് കെട്ടുപോയില്ല. കുറച്ച് കൂടുതൽ മേഘാവൃതമായിട്ടുണ്ട്. നാളെ നല്ല വെയിലായിരിക്കും. അല്ല, ഞാൻ പറഞ്ഞേ, കുറച്ച് കൂടുതൽ മേഘാവൃതമാണോ? ഇല്ലല്ലോ, തെളിഞ്ഞല്ലോ. പ്രശ്നമില്ല. അതെ അതെ. അല്ല മിനിസ്റ്റർ, ഇത് നമ്മളാന്നല്ലേ, ഇതിപ്പം എത്ര വർഷം കഴിഞ്ഞാലും ഇപ്പം ഞാൻ ഇത് 5-6 വർഷമായിട്ട് റിപ്പോർട്ട് ചെയ്യണം. ഓരോ തവണ വരുമ്പോഴും നമുക്ക് പുതിയ കാഴ്ച, ആദ്യം കാണുന്ന പോലെ. അതെന്തായിരിക്കും അതിന്റെ അതിന് കാരണം ഇത്രയധികം മനുഷ്യർ വന്നു ചേരുന്ന മാനവ സംഗമ വേദി വേറെ ഏതാണ് കേരളത്തിലുള്ളത്? അതാണ് അതിന്റെ പ്രത്യേകത. ഇത് കൂട്ടായ്മയുടെ ഒരു ഉത്സവമാണ്. ശക്തൻ തമ്പുരാൻ ദീർഘദർശിയായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ പട്ടണത്തിൻ്റെയും സമീപ പ്രദേശത്തുള്ള ദേശങ്ങളിലെയും മനുഷ്യർ, അതാത് ദേശങ്ങളിലെ മനുഷ്യർ തമ്മിലുള്ള കൂട്ടായ്മ ഉറപ്പിക്കണം. അതോടൊപ്പം വിവിധ ദേശക്കാർ തമ്മിലുള്ള കൂട്ടായ്മയും വളർത്തണം. അതിനുതകുന്ന വിധത്തിലാണ് അതാത് ദേശങ്ങളിൽ സംഘടന നടക്കുന്നു. ആ ദേശങ്ങളിൽ നിന്ന് ഘടകപൂരങ്ങൾ ഇവിടെ ഈ വടക്കുന്നാഥൻ്റെ ഈ മൈതാനത്ത് സംഗമിക്കുന്നു. തേക്കിൻകാട് മൈതാനം നഗരഹൃദയമാണ്. അവിടെ പാറമേക്കാവിലും തിരുവമ്പാടിയിലെയും ദേവസ്വങ്ങൾ നടത്തുന്ന എല്ലാ ചടങ്ങുകളും ഒരുമിച്ച് നടക്കുന്നു. അങ്ങനെ വിവിധ ദേശങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയുടെ ഒരു ആഘോഷമാണ് പൂരം. ഓരോ പ്രാവശ്യം ഇങ്ങനെ ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവുമെങ്കിലും ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഒരു തരത്തിൽ ഇതിനെ ഈ ഒരു നിറത്തിനെ ഈ ശോഭയെ കെടുത്തുന്നില്ല എന്നുള്ളത്. അപ്പം എല്ലാ വിവാദങ്ങളെയൊക്കെ അങ്ങനെ തന്നെയാണോ കാണുന്നത്? വിവാദങ്ങളൊക്കെ, ചെറിയ ചെറിയ തർക്കങ്ങൾ എല്ലാ വർഷവും ഉണ്ടാവും. കാരണം ആയിരക്കണക്കിന് മനുഷ്യരാണ് ഇതിൻ്റെ സംഘാടനത്തിൽ പങ്കാളികളാകുന്നത്. അവർ മാസങ്ങളോളം കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഈ വർണ്ണശബളമായിട്ടുള്ള പൂരക്കാഴ്ച ഒരുങ്ങുന്നത്. അത് ഒരു ദിവസത്തേക്കാണെങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല പല കാര്യങ്ങളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാവാറുണ്ട്. അതാത് സന്ദർഭങ്ങളിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടുകൊണ്ടാണ് അത് തീർക്കുക. പിന്നെ ഇത്രയധികം മനുഷ്യർ വന്നു ചേരുമ്പോൾ പോലീസിനും നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തേണ്ടി വരും. അപ്പോൾ പൂരപ്രേമികൾക്ക് അത് ചിലപ്പോൾ രുചിച്ചു എന്ന് വരില്ല. അങ്ങനെ ചില സംഘർഷങ്ങളൊക്കെ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം ഈ ഇലക്ഷൻ പ്രോട്ടോക്കോളായ കാരണം ജനപ്രതിനിധികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മധ്യസ്ഥത പറയാൻ ആൾക്കാരുണ്ടായില്ല എന്നുള്ളതാണ് പ്രശ്നമായത്. ഇത്തവണ അങ്ങനെ ഉണ്ടാവില്ല. ഇത്തവണ ഒന്നും അങ്ങനെ സാമ്പിളൊക്കെ നന്നായിരുന്നു, വെൽ അറേഞ്ച്ഡ് ആയിരുന്നു. പിന്നെ ഇത്തവണ എല്ലാ തലങ്ങളിലും മീറ്റിങ്ങുകളൊക്കെ നിരവധി തവണ വിളിച്ചു ചേർത്ത് എല്ലാവരും തമ്മിൽ ആശയവിനിമയം നടത്തി ഒരു അഭിപ്രായ ഐക്യത്തിൽ മുന്നോട്ട് പോകാണ്. തകർക്കണം എന്നാണ് പ്രതീക്ഷ.